Hello all, hope you understand how to prepare the Form B of banking companies, that is the statement of profit and loss, and we have done one problem in last video and here is the next problem. Following figures have been obtained from the books of Rana Bank Limited for the year ending 31st March 2014. Issued and subscribed capital in 1000 ലാണ് എല്ലാ ഫിഗേഴ്സും 1000. Issued and subscribed capital 1000. Issued and subscribed capital എവിടെയായിരിക്കും? ബാലൻസ് ഷീറ്റിൽ സ്കെഡ്യൂൾ നമ്പർ 1 ആണ് അല്ലേ? സോ സ്കെഡ്യൂൾ നമ്പർ 1. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പറേഷൻ ആണ്. So we have not taken that capital for preparing this statement of profit and loss. Then interest and discount earned 3800. Schedule number 13. Interest earned ആണല്ലേ? So schedule number 13. Commission and exchange earned. Earned means നമ്മൾ ബാങ്കാണ്. സോ ബാങ്കിന് ഏർണിങ്സ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ആയിരിക്കാം അല്ലെങ്കിൽ അതർ ഇൻകം ആയിരിക്കാം. ഇത് ഇൻട്രസ്റ്റിൻ്റെ ഫോമിൽ അല്ലാത്തതുകൊണ്ട് അത് അതർ ഇൻകത്തിലാണ്. നമ്മൾ സ്കെഡ്യൂൾ നമ്പർ 14 പഠിച്ചപ്പോൾ മനസ്സിലായി കാണും. കമ്മീഷൻ എക്സ്ചേഞ്ച് ഏൺഡ് ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ സ്കെഡ്യൂൾ നമ്പർ 14. ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡെപ്പോസിറ്റ്സ് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ? ഇൻട്രസ്റ്റ് പെയ്ഡ് സ്കെഡ്യൂൾ നമ്പർ 15. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. സാലറീസ് ആൻഡ് വേജസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓർ അതർ എക്സ്പെൻസസ് ആണ്. സോ സ്കെഡ്യൂൾ നമ്പർ 16. ഡയറക്ടേഴ്സ് ഫീസ് സ്കെഡ്യൂൾ നമ്പർ 16. റെൻറ്റ് ആൻഡ് ടാക്സസ് സ്കെഡ്യൂൾ നമ്പർ 16. Postage and telegrams schedule number 16. Profit on sale of investments schedule number 14. എന്താ 14? ഇൻകം ആണ്. സോ ഇൻകം നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം അല്ല, അതർ ഇൻകം ആണ്. സ്കെഡ്യൂൾ നമ്പർ 14. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കെഡ്യൂൾ നമ്പർ 14 തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലെസ് ചെയ്ത് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കണം. റെൻറ്റ് റിസീവ് ചെയ്തതാണ്, ഇൻകം ആണ്. സ്കെഡ്യൂൾ നമ്പർ 14. ഡിപ്രിസിയേഷൻ 16. സ്റ്റേഷനറി 16. ഓഡിറ്റേഴ്സ് ഫീസ് 16. Additional information. The profit and loss account had a balance of 10 lakh on 1st April 2013. എല്ലാ ഫിഗേഴ്സും 1000ലാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് നമുക്ക് 1000ലേക്ക് ആക്കണം. 3 zeros മാറ്റിക്കഴിഞ്ഞാൽ 1000 rupees പ്രോഫിറ്റ് ഓർ ലോസ്. അത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന ഹെഡിങ്ങിൽ രണ്ടാമത്തെ ഐറ്റം കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത എമൗണ്ട് ആണ് 1000. ആൻഡ് അഡ്വാൻസ് ഓഫ് ₹12 lakh has become doubtful and it is expected that only 50% of amount due can be recovered from the security. So 12 lakh rupees doubtful debt ആണ്. സോ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 50% എമൗണ്ട് ആണ്. സോ നമുക്കൊരു 50% പ്രൊവിഷൻ അതിൽ നിന്ന് മാറ്റി എഴുതാനുണ്ട്. ഈ പ്രൊവിഷൻ എവിടെ കാണിക്കണം? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എക്സ്പെൻഡിച്ചറിൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ കാണിക്കണം. പക്ഷേ ഇൻ 1000ലാണല്ലേ? ഇൻ 1000 ആകുമ്പോൾ നമ്മൾ 3 zeros മാറ്റി 1200 ആണ്. സോ എമൗണ്ട് ഇസ് 600. 1200ൻ്റെ 50% 600 ആണ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ കാണിക്കേണ്ടത്. പ്രൊവിഷൻ ഓഫ് ടാക്സ് ബി മെയ്ഡ് അറ്റ് 50%. ഈ ടാക്സും കാണണം 50%. ടാക്സ് കാണണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാ ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ, ഇതുവരെയുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും പ്രൊവിഷൻസും കുറച്ച് റഫായിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രോഫിറ്റിന് 50% വേണം നമ്മൾ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ് കാണിക്കാൻ. എ ഡിവിഡൻഡ് ഓഫ് 10% ഇസ് പ്രപ്പോസ്ഡ്. ഈ വർഷം ഒരു 10% ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ മുകളിലല്ലേ പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കമ്പനി ഫങ്ഷൻ ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ഇനഫ് പ്രോഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് ഒക്കെ കൂടി പ്രപ്പോസ് ചെയ്യണം, ഞങ്ങൾ തരാം, നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റാണ്. സോ എ ഡിവിഡൻഡ് ഓഫ് 10% ഈസ് പ്രപ്പോസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന് മുകളിലാണ്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 10 lakh ആണ്. അത് നമ്മൾ 1000 ആക്കിയപ്പോൾ 1000 ആണല്ലേ? സോ 1000 rupees ആണ് നമുക്ക് നമ്മുടെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കാണാനുള്ള ഫിഗർ. 1000 rupees ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കാണാനുള്ള ഫിഗർ. ദാറ്റ് ഈസ് 1000ൻ്റെ 10% 100 rupees വരും പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് റാണ ബാങ്ക് ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2014. അപ്പോൾ നമുക്ക് ആദ്യം സ്കെഡ്യൂൾസ് വരയ്ക്കണം അല്ലേ? സ്കെഡ്യൂൾ നമ്പർ 13. ആകെ ഒരു ഐറ്റമേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസ് ആൻഡ് ബിൽസ് 3800. Then schedule number 14 other income
എല്ലാ ഐറ്റംസും എഴുതാം, പക്ഷെ ഒരു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാനുണ്ട്. അത് ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ വേറെ സ്കെഡ്യൂളിലല്ല കാണിക്കുന്നത്, അതാത് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്ത് സ്കെഡ്യൂൾ നമ്പർ 14 തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ സ്കെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഒരു എക്സ്പെൻഡിച്ചർ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്. ദെൻ സ്കെഡ്യൂൾ നമ്പർ 16 എല്ലാ ഐറ്റംസും നിങ്ങൾ എടുത്തെഴുതാം, ടോട്ടൽ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് P&L സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. P&L സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം അക്കൗണ്ടൊക്കെ വരച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരച്ച് വയ്ക്കാം. ദെൻ ആദ്യം ഇൻകം, ഇൻട്രസ്റ്റ് ഏൺഡ് നമുക്കറിയാം ടോട്ടൽ 3800, അതർ ഇൻകം സ്കെഡ്യൂൾ നമ്പർ 14 459, എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ എഴുതാം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എഴുതാം. പക്ഷേ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് നമുക്കിപ്പോൾ എഴുതാൻ പറ്റില്ല. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് പ്രത്യേകം സ്കെഡ്യൂളും ഇല്ല അല്ലേ, അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് റഫ് നോട്ടായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ 2 പ്രൊവിഷൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഒന്ന് 12 lakh റുപ്പീസിൻ്റെ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് മുകളിലുള്ള ഒരു 50% പ്രൊവിഷനും ഒരു പ്രൊവിഷൻ ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ 15% ഉണ്ട്. സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ കാൽക്കുലേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അതായത് 12 lakh റുപ്പീസ് ആയിരുന്നല്ലോ, ഇൻ 1000 ആക്കുമ്പോൾ അത് 1200 ആണല്ലേ. 1200ൻ്റെ 50% 600. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു 600. എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എഴുതിയതിന് ശേഷം മാത്രമേ പ്രൊവിഷൻ ഓഫ് ടാക്സ് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് പ്രൊവിഷൻ ഓഫ് ടാക്സ് കാണാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഐറ്റംസ് ഇൻകത്തിലും എല്ലാ ഐറ്റംസ് എക്സ്പെൻഡിച്ചറിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത്, എക്സ്പെൻഡിച്ചർ മാത്രമല്ല എന്തെങ്കിലും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ട് അതും കൂടി കുറച്ചതിന് ശേഷം മാത്രമേ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ ഇൻകം ഇതുവരെ 4259 ആണ്. എക്സ്പെൻഡിച്ചറിൻ്റെ ഹെഡ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ടില്ല, കാരണം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ നമുക്കൊരു ഐറ്റം ഉണ്ട് താനും വേറെ. സോ എക്സ്പെൻഡിച്ചർ ടോട്ടൽ എന്ന് പറയുന്നത്, എക്സ്പെൻഡിച്ചറിൽ ഒരു 2000 എന്ന് പറയുന്നത് സ്കെഡ്യൂൾ നമ്പർ 15ൻ്റെ ടോട്ടൽ, ദെൻ സ്കെഡ്യൂൾ നമ്പർ 16ൻ്റെ ടോട്ടൽ 475 പ്ലസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയ 600. ഇത്രയും ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്, 3075. ഇനി നമുക്ക് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 4259 മൈനസ് 3075, ദാറ്റ് ഈസ് 1184. ഈ 1184 പ്രോഫിറ്റിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ 50% 592 ആണ് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ത് വരും? ടോട്ടൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ഈക്വൽ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് പ്ലസ് പ്രൊവിഷൻ ഫോർ ടാക്സ്, അതായത് 600 പ്ലസ് 592. 600 പ്ലസ് 592 എത്ര കിട്ടും? 1192. അത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ എഴുതി, എക്സ്പെൻഡിച്ചർ ടോട്ടൽ ചെയ്ത്, ദെൻ നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് 4259 മൈനസ് 3667. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ നമുക്ക് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ദാറ്റ് ഈസ് 592. ഓക്കെ, ദെൻ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1000. അത് നമ്മൾ ഇൻ 1000 എടുക്കുകയാണ് കേട്ടോ, ഇൻ 1000 ആക്കി 1000 ആണ്. ദെൻ അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1592. ദെൻ അപ്രോപ്രിയേഷൻസ് 4 ഐറ്റംസ് എല്ലാം നിരത്തി അങ്ങ് എഴുതിക്കോളൂ. ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ട് റിസർവ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ബാലൻസ് ക്യാരിയർ ഓവർ ടു ബാലൻസ് ഷീറ്റ്, ദെൻ ടോട്ടൽ. ഈ ടോട്ടലിൽ നിങ്ങൾ പ്രോഫിറ്റ് ഫോർ ദ ഇയറും പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡിൻ്റെ ടോട്ടൽ, അതായത് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ടോട്ടൽ 1592 എടുത്തെഴുതാം. ഇനി നമുക്ക് സ്റ്റാറ്റ്യൂട്ട് റിസർവിലേക്ക് മാറ്റണം. ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെയാണ് സ്റ്റാറ്റ്യൂട്ട് റിസർവിലേക്ക് മാറ്റേണ്ടത്. വർക്കിംഗ് നോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് SR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് റിസർവ് ഇസ് ഈക്വൽ ടു 592 ആണ് ഈ വർഷത്തെ പ്രോഫിറ്റ്. 592 ഇൻറ്റു 25% 148 ആണ് സ്റ്റാറ്റ്യൂട്ട് റിസർവ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല സ്റ്റാറ്റ്യൂട്ട് റിസർവ്, പക്ഷെ നമ്മൾ 25% മാറ്റിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ടു അതർ റിസർവ് ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. സോ നമ്മളത് ചെയ്യുന്നില്ല. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 10% ആണ്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിലാണ് 10%. അത് പ്രത്യേകം ഓർക്കണം. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിലാണ്. സോ 1000ൻ്റെ 10% 100. ദെൻ ബാലൻസ് ചെയ്യുക. ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ് 1344 എന്ന് പറയും.
സോ ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ആണ്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിൽ 2 ഐറ്റം ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും പ്രൊവിഷൻ ഫോർ ടാക്സും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, പ്രൊവിഷൻ ഫോർ ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന്. ഓക്കെ, താങ്ക് യു.